നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വ്യക്തിയുടെ ആഴമേറിയ ചിന്തകളും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഡീപ്പ് ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കിവിടെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം സ്നേഹവും അതോടൊപ്പം തന്നെ കുറച്ച് നിങ്ങളിലേക്ക് വരണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വശം നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളോടുള്ള സ്നേഹം, മറുവശം ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ രണ്ട് സ്ത്രീകളുടെ എനർജിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ വളരെയധികം ക്യൂൻ ഓഫ് കപ്സ്, സ്നേഹത്തിൻ്റെ രാജ്ഞി, സ്നേഹത്തിൻ്റെ പാനപാത്രം കയ്യിലേന്തി ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ എനർജി. അത് നിങ്ങൾ സ്ത്രീയാണ് കാണുന്നതെങ്കിൽ പുരുഷനായിട്ട് വിചാരിക്കുക. അതായത് നിങ്ങളുടേതായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെയധികം സ്നേഹമുള്ള, വളരെയധികം നല്ലൊരു മനസ്സിന് ഉടമയായ ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. പക്ഷെ ഇവിടെ എപ്പോഴും ഒരു വില്ലൻ ക്യാരക്ടറിൽ പല വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നന്നായിട്ട് സംസാരിച്ചും നല്ല രീതിയിൽ ചിരിച്ചും സന്തോഷത്തോടു കൂടി ഊർജ്ജസ്വലതയോടുകൂടി നടന്നിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ടോട്ടലി കംപ്ലീറ്റ്ലി ഇൻട്രോവേർട്ടിലേക്ക്, അതായത് മറ്റുള്ളവരോട് അധികം സംസാരിക്കാതെ സ്വന്തം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് വളരെയധികം സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചിലപ്പോൾ വീട്ടിൽ നിന്നും പുറത്തൊന്നും ഇറങ്ങാറില്ലായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് മറ്റുള്ളവരോട് ഒന്നും പറയാതെയും ഒന്നും പ്രകടിപ്പിക്കാതെയും വളരെ നിസ്സഹായ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കുറച്ച് വ്യക്തികളാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ്, അതായത് നിങ്ങളുടെ അല്ല, ഈ വ്യക്തിയുടെ വീട്ടുകാരെ പറഞ്ഞ് നല്ല രീതിയിൽ കള്ളങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വീട്ടുകാർക്ക് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ആ ഒരു കുടുംബ ജീവിതത്തിനോട് അത്രത്തോളം താല്പര്യമില്ലായിരിക്കാം. അപ്പോൾ അവരെ മറികടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ശരിക്കും വഴിതെറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടോർച്ചറിങ്ങിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള നുണകൾ പറഞ്ഞും നിങ്ങളായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പോൾ ബന്ധമില്ല എന്നുള്ള രീതിയിൽ രക്ഷപ്പെട്ട് പറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ വീട്ടുകാര് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് പുതിയ കല്യാണ ആലോചനകളോ പുതിയ ബന്ധങ്ങളോ സ്ഥാപിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും, പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വഴുതി മാറി രക്ഷപ്പെട്ട് നടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒരു ബുദ്ധിപരമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ നീക്കമാണ്, പ്രവൃത്തിയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഭയമുണ്ട്. കാരണം ഇതെത്ര നാള് ഇങ്ങനെ തള്ളി നീക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പേടി. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി പറഞ്ഞ്, ചിലപ്പോൾ ഫോണിൽ കൂടെയോ മറ്റാരെങ്കിലും വഴിയോ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളോട് പറയാനും ഭാവി കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും ഒക്കെ വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഈ വ്യക്തിയുടെ ആഴമേറിയ ചിന്തകൾ എന്ന് പറയുന്നത് യഥാർത്ഥ പ്രണയം തന്നെയാണ്. കാരണം അതിൽ കലർപ്പില്ല. നമുക്കതിൽ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം ഈ വ്യക്തിക്ക് ചുറ്റിനും നിന്നും ലഭിക്കുന്ന എനർജിയിൽ നിന്നുമാണ് നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ളത്. അതായത് നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് സാഹചര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയെ തളർത്തിക്കളയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വളരെ നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, നിങ്ങളെ നോക്കി നിൽക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കിവിടെ എന്താ പറയാ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ നിങ്ങളെ കുറിച്ചുള്ള കോൺഫിഡൻസ് അത് നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി നിർത്തി അല്ലെങ്കിൽ നിർത്തിവെച്ചു എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാകാം. എല്ലാവരോടും അങ്ങനെയായിരിക്കാം ഈ വ്യക്തി പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും അത് സത്യമല്ല. കാരണം ഭാവിയിൽ നിങ്ങൾ ഒന്നിക്കുമെങ്കിൽ പോലും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് ഫേസ് ചെയ്ത് അത് നല്ല രീതിയിലേക്ക് ആക്കി എടുക്കണം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടാകാം, നിങ്ങളോട് അധികം പെരുമാറുന്നില്ലായിരിക്കാം, അതായത് നല്ല രീതിയിൽ പെരുമാറുന്നില്ലായിരിക്കാം, നിങ്ങളെ കാണാൻ വരുന്നില്ലായിരിക്കാം. അപ്പോൾ അത് ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. കാരണം ഇവിടെ വിജയിക്കണം, ഈ വ്യക്തിക്ക് നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ചില ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ലായിരിക്കാം, നിങ്ങളോട് തുറന്നു പറയുന്നില്ലായിരിക്കാം. കാരണം എല്ലാ കാര്യവും ഈ വ്യക്തി ഒരു ദിവസം തുറന്നു പറയും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സമയം വരുമ്പോൾ ആണെന്ന് മാത്രം. എന്തായാലും ഈ വ്യക്തി മറ്റു ബന്ധങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തി സ്നേഹിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ തന്നെ വരണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാവി പങ്കാളിയായിട്ട് നിങ്ങൾ തന്നെ വേണം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പലതും ഈ വ്യക്തി ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്, ത്യജിക്കുന്നുണ്ട്. നിങ്ങളും ഒരുപക്ഷെ വളരെ സ്ട്രഗിളിങ് സ്റ്റേജിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.